VD സതീശൻ. ഇങ്ങനെ കേരളം കണ്ടതിൽ വെച്ചിട്ട് ഒരു പരമ പന്നനെ ഞാൻ കണ്ടിട്ടില്ല. പന്നലെന്ന് തന്നെ ഞാൻ പറയും. ഫ്ലാഷ് ബാക്ക്. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക. അങ്ങനെ ചെയ്യരുത്. എന്നിട്ട് നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല. പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരിലാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. അതിനെതിരായി ചെറുത്തു നിൽക്കാൻ, പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം. അതിന് കാപട്യമല്ല വേണ്ടത്. വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. നല്ല ശബ്ദം, നല്ല ശബ്ദം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകട്ടെ എന്ന് വിചാരിക്കണം. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്കു പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം. വ്യക്തമായില്ല. ഇരട്ടത്താപ്പ് പാടില്ല, കാപട്യം പാടില്ല. എനിക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള വാക്കതാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റാലും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും മതേതരത്വം ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിനും തയ്യാറാവില്ല. ഞാനൊരു പാർട്ടിയിലും വാലായിട്ടോ ചൂലായിട്ടോ നിൽക്കില്ല. നമ്മളെ ചവിട്ടാനും തൊഴിക്കാനും ആര് വന്നോ അവർ അതേ നാണയത്തിൽ ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്യും. അതിന് ഉറപ്പാണ്. സ്നേഹിക്കുന്നവരാണുണ്ടോ അവർ സ്നേഹിക്കുകയും ചെയ്യും. അത് നിങ്ങളൊക്കെ തന്നെ പരത്തണമല്ലേ? അത് അയാൾക്ക് വട്ടാ. കാരണം അത് അയാളുടെ സ്വരം ഏതാണ്? അയാള് മുസ്ലിം ലീഗിന്റെ സ്വരമാണ് അയാളത്. ഇടവായി എന്ന് വരുന്ന ആരുടെ സ്വരമാണ്? എല്ലാം ലീഗിൻ്റെ. അതിങ്ങനെ പറഞ്ഞ് അവരെ സൂചിപ്പിച്ച് നിർത്തേണ്ടത് എന്തിനാണ്? അയാളുടെ ഭാവിയിലെ കാര്യസാധ്യത നിർത്തി അവമാനിക്കുവാണെന്ന്. ഈ മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ ഞാൻ 10, 89, 90 വയസ്സുള്ള ഒരാൾ നടന്നു വരുമ്പോൾ അദ്ദേഹം എന്നെ കൂടെ കയറ്റി കൊണ്ടുപോയി എങ്കിൽ അത് ഭയങ്കര തെറ്റായിപ്പോയെന്നുള്ളതാണല്ലോ വ്യാഖ്യാനിക്കുന്നത്. ഏറ്റവും വർഗീയവാദികളായ ആളുകൾക്ക് കൊട പിടിച്ചു കൊടുത്തുകൊണ്ട് ആ കൊടയുടെ തണലിൽ അവർ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് അവരെ മതേതരത്വം പറയും. അവർക്കെല്ലാം കൊട പിടിച്ച് ഇനി അവരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നേടാനും ആശീർവാദങ്ങൾ നേടാനും വേണ്ടിയിട്ട് ആണ് ഈ കൊടപിടുത്തം. കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും രാജാവിനേക്കാൾ വലിയ രാജഭക്തിയല്ലേ അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മോഹങ്ങളും നാളെ പല സ്ഥാനങ്ങളും അവർ വഴി ഓപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് നയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുള്ളിയുടെ കർമ്മം ചെയ്തോട്ടെ, ഞാൻ എൻ്റെ കർമ്മവും ചെയ്യും. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.